C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞോ? ഇത് കുടിച്ചട്ടെ. നീ ഇതൊക്കെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണല്ലേ? എനിക്ക് സൂക്ഷിച്ചു വെക്കാൻ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ ഗോപാലേട്ടാ. അലക്കി തേച്ച് കൈതപ്പോയിട്ട് വെച്ചിരുന്നതാ ഇതൊക്കെ. രാവിലെ അലമാരയിൽ ശ്യാമയെ കൊണ്ട് എടുപ്പിച്ചു. പൂവൊക്കെ പൊടിഞ്ഞു പോയിട്ടുണ്ടാവും, സുഗന്ധവും ഉണ്ടാവില്ല. ശാരദയുടെ ജീവിതം പോലെ തന്നെ. സത്യം പറഞ്ഞ ശാരദ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ഭൂതകാലത്തിൽ മാത്രമാ. ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് പഴയ ശാരദയുടെ പ്രേതം, അത്ര തന്നെ. ശാരദേ, ഗോപാലേട്ടൻ ഇത് കുടിക്കേ. വൈദ്യര് തന്ന കഷായ രാവിലെ വെറും വയറ്റിൽ കഴിക്കണമെന്നാ പറഞ്ഞത്. ഇത് കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പലഹാരവും ചായ എടുത്തു വയ്ക്കാം. ഒരാള് ജീവൻ കളയാൻ കഷായം തരുന്നു, മറ്റൊരാള് ജീവൻ നിലനിർത്താനും. എല്ലാം ഈശ്വരന്റെ ഒരു കളി തന്നെ. അതെ, ഈശ്വരന്റെ കളി തന്നെ. എന്നും നേരായ കളിയുടെ നിയമം തെറ്റിക്കുന്നത് മനുഷ്യര് തന്നെയാ. അത് കാണുമ്പോ ചിലപ്പോ ഈശ്വരന്മാർക്ക് ഇടപെടാൻ തോന്നും. അതാ ഈശ്വര ദർശനം കഴിഞ്ഞ് വന്ന എന്റെ കൺമുന്നിൽ തന്നെ ഗോപാലേട്ടനെ കിടത്തി തന്നതും ഞാൻ എടുത്തോണ്ട് പോയി ശുശ്രൂഷിച്ചതും. എപ്പോഴും അത് മനസ്സിലുണ്ടായിരുന്ന നന്ന്. ശാരദേ, നിന്റെ പേര് വിളിക്കാനുള്ള അർഹത പോലും എനിക്കില്ല. എങ്കിലും ഞാൻ മനസ്സറിഞ്ഞു പറയുക, നിന്നോട് ചെയ്ത തെറ്റുകൾക്ക് നീ എന്നോട് ക്ഷമിക്കണം. മാപ്പ്. അയ്യോ, ഗോപാലേട്ടൻ എന്നോട് ഇങ്ങനൊന്നും പറയല്ലേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.